വിദ്യാലയങ്ങളിൽ മലയാളം ഒന്നാം ഭാഷയായി നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമനിർമ്മാണ നീക്കങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള അതിർത്തി ജില്ലകളിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണ് ഈ തീരുമാനമെന്നും ഇതിനെതിരെ ഭരണഘടനാപരമായ എല്ലാ വഴികളും തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കന്നഡ മീഡിയം സ്കൂളുകളിൽ പോലും മലയാളം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഭാഷാപരമായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു. കേരളത്തിന്റെ ഈ തീരുമാനത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ കർണാടക സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭാഷ എന്നത് കേവലം പഠന വിഷയം മാത്രമല്ലെന്നും അതൊരു ജനതയുടെ സ്വത്വവും അന്തസ്സും അവസരങ്ങളും അടയാളപ്പെടുത്തുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം കേരള സർക്കാരിന്റെ പുതിയ നിലപാടിനെതിരെ ആഞ്ഞടിച്ചത്. കാസർഗോഡ് ജില്ലയിലെ വലിയൊരു വിഭാഗം ജനതയുടെ വൈകാരികമായ പ്രശ്നമാണിത് എന്ന് സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടുന്നു. കേരളം ഒരൊറ്റ ഒന്നാം ഭാഷ നിർബന്ധമാക്കുമ്പോൾ തലമുറകളായി കന്നഡ മാതൃഭാഷയായി സ്വീകരിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലാണ്. ഇത് കുട്ടികളുടെ അക്കാദമിക് പുരോഗതിയെയും അവരുടെ ആത്മവിശ്വാസത്തെയും ദോഷകരമായി ബാധിക്കും. രണ്ടാം ഭാഷ തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തെ ഈ നിയമം കവർന്നെടുക്കും. കൂടാതെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നിലവിലുള്ള വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയുടെയും തകർച്ചയ്ക്കും ഇത് കാരണമാകുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു.